നമസ്കാരം. പഴയ അല്ല. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അവരുടെ നിലനിൽപ്പിനും സാമ്പത്തിക ലാഭത്തിനും വേണ്ടി കേരളത്തിന് മുന്നിൽ വരച്ചു കാട്ടുന്ന ഉത്തർപ്രദേശ് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തുള്ള ആണ്. 1950 ഉത്തർപ്രദേശ് രൂപം കൊണ്ടത്. 1950 മുതൽ 1967 വരെ തുടർച്ചയായി ഉത്തർപ്രദേശ് കോൺഗ്രസ് ഭരിച്ചു. 1967 മുതൽ 80 വരെ കോൺഗ്രസ് മുന്നണിയായും 1980 മുതൽ 89 വരെ കോൺഗ്രസ് തനിച്ചും ഭരിച്ചു. മൊത്തം 26 വർഷം തനിച്ചും 13 വർഷം മുന്നണിയായും കോൺഗ്രസ് ഭരിച്ചു. ഇക്കാലത്ത് ഉത്തർപ്രദേശിൽ ഭൂമാഫിയ, കൽക്കരി മാഫിയ, മണൽ മാഫിയ തുടങ്ങി പലതരം മാഫിയ ഗുണ്ടകൾ ഉത്തർപ്രദേശിൽ അഴിഞ്ഞാടി. അക്രമം, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീകളെ ഉപദ്രവിക്കൽ ഇതൊക്കെ നിത്യസംഭവങ്ങളായി. ഈ ഗുണ്ടകളുടെ തലവന്മാർ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചു വന്നതോടെ ഒരു അക്രമഭൂമിയായി അറിയപ്പെട്ടു. 2000 ഉത്തർപ്രദേശ് വിഭജിച്ച് ഉത്തരാഖണ്ഡ് നിലവിൽ വന്നത്. കോൺഗ്രസ് കാലഘട്ടത്തിലെ ആ അക്രമഭൂമിയെയാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയയും അച്ചടി ദൃശ്യമാധ്യമങ്ങളും കൂടി ശക്തനായ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥിനെ അപമാനിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ ആ പഴയ അല്ല. GDP റാങ്കിങ്ങിൽ ഉത്തർപ്രദേശ് ഗുജറാത്തിനെയും കർണാടകയെയും മറികടന്ന് 3ാമതെത്തി. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സംസ്ഥാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഉത്തർപ്രദേശ്. ജനങ്ങളെ കസേരകളിൽ ഇരുത്തി മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരും നിൽക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ ആരായിരുന്നു? ഇങ്ങനെ ഒരു ചിത്രം കേരളത്തിൽ നിന്നും കാണുവാൻ കഴിയില്ല. കട്ടുമുടിച്ച കേരള ഖജനാവിൽ നിന്നും ഇവർ എന്താണ് ജനങ്ങൾക്ക് നൽകുക? ജനങ്ങളെ മുന്നിൽ ഇരുത്തുകയല്ല. ജനങ്ങളെ കാണുമ്പോൾ തന്നെ കേരളത്തിലെ ഭരണാധികാരികൾക്ക് ഉള്ളിൽ ഭയമാണ്. ആ ഭയത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ധാർഷ്ട്യം. ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ കോൺഗ്രസ് നൽകിയ വാഗ്ദാന പ്രകാരം KSRTC ബസ്സിൽ സൗജന്യ യാത്രയ്ക്ക് തിരക്ക് കൂട്ടുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞുവോ, ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടില്ല, സർക്കാർ അധികാരമേറ്റാൽ ഉടൻ സൗജന്യയാത്ര പ്രാവർത്തികമാക്കുമെന്ന്? ഇല്ല. ഇവർ സൗജന്യയാത്രയ്ക്ക് സ്ത്രീകളെ പല ഡിവിഷനാക്കി തിരിക്കും. എന്നിട്ട് എല്ലാ ഡിവിഷനും തള്ളി അവസാനം മഹിളാ കോൺഗ്രസ്സുകാരെ മാത്രം സൗജന്യയാത്രയ്ക്ക് അനുമതി നൽകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്.